പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി CBSE 10ാം ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് ഇനി മുതൽ 2 പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചു. ആദ്യത്തെ പരീക്ഷകൾ ഫെബ്രുവരി മാസത്തിലും അതിൻ്റെ റിസൾട്ട് ഏപ്രിലിന് മുമ്പായി പബ്ലിഷ് ചെയ്യുകയും രണ്ടാമത്തെ പരീക്ഷ മെയ് മാസത്തിൽ നടത്തുകയും അതിൻ്റെ റിസൾട്ട് ജൂൺ മാസങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പരീക്ഷകൾ എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായി എഴുതണം. എന്നാൽ പിന്നീടുള്ള പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ അവസരമാണ്. മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾ, പ്രത്യേകിച്ച് 3 വിഷയങ്ങൾ വരെ ഇംപ്രൂവ് ചെയ്ത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക, അവിടെ പെർസെൻറ്റേജ് ഉയർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അനേക ഗുണങ്ങളുണ്ട്. കാരണം കാലാകാലങ്ങളിലായി എല്ലാ വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടിരുന്നതാണ് ഒരുപക്ഷെ ഒന്നുകൂടെ ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2 പരീക്ഷകൾ നടത്തുന്നത് വളരെ നല്ലൊരു കാലഘട്ടം, നല്ലൊരു തീരുമാനമാണ്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രീതികളും തീർച്ചയായും കാലോചിതമായ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ CBSE ബോർഡുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നയം വളരെ നല്ലതാണ് എന്നതാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെക്കേഷൻ ടൈമുകളിലും മെയ് മാസങ്ങളിൽ പഠിച്ച് പരീക്ഷ എഴുതണം എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവർക്കും നിർബന്ധമില്ല. ആ പഠിത്തത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രം രണ്ടാമത്തെ പരീക്ഷ എഴുതിയാൽ മതി. ഒന്നാമത്തെ പരീക്ഷകൾ എന്ന് പറയുന്നതാണ് എല്ലാ വിദ്യാർത്ഥികളുടെ നിർബന്ധമായ പരീക്ഷ. അപ്പോൾ അതിൽ മാർക്ക് കുറയുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് കൂടുതലായിട്ട് മുമ്പോട്ട് പോകേണ്ടത് മതി. അപ്പോൾ ഈ ഒരു വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചയിലുണ്ട്. വരുന്ന അടുത്ത അക്കാഡമിക് ഇയർ മുതൽ അത് നടപ്പിലാക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മേഖലയുമായി ബന്ധപ്പെടുത്തിയ കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.